നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഇന്നത്തെ ഗുരുവായൂർ കാഴ്ചകൾ, വിശേഷങ്ങൾ, ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം എല്ലാം അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പൂക്കളം, ഇന്ന് മുരുകസ്വാമീനെയാണ് പൂക്കളമായിട്ട് ഇട്ടിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഇന്ന് പൂക്കളം ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 മണിക്ക് എത്തിയിട്ട് പൂക്കളമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മടങ്ങി വീട്ടിൽ വന്ന് പിന്നെയും പോയിട്ട് അമ്പലത്തിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നത്തെ ആ ഒരു കുളപ്രദേശം എന്ന് പറയുന്നത് തന്നെ ഇന്ന് 30 വ്യാഴാഴ്ചയാണ്. വളരെയധികം ബുദ്ധിമുട്ടി കിഴക്കേ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച് തെക്കേ നട കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കാലുകുത്താൻ ഇടമില്ലാത്ത രീതിയിൽ തിരക്കായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. 2 മണി കഴിഞ്ഞിട്ടും ക്യൂ മുഴുവൻ ക്ലോസ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇന്ന് കണ്ടത്. അതുപോലെ തന്നെ പ്രസാദൂട്ടിനും ഒക്കെ നിറച്ച ആൾക്കാരുണ്ട്. കണ്ടമാനം വിദേശികളെയും കണ്ടു. അവർ കല്യാണം എന്തോ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ കല്യാണം പങ്കെടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം അതിമനോഹരനായിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനാണ്. ഒരു കയ്യിൽ ഒരു വെണ്ണ ഉരുളി, ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് ശ്രീലകത്ത് ചിരിച്ചു നിൽക്കുന്ന ഗുരുവായൂരിൻ്റെ പൊന്നോമന ഉണ്ണിക്കണ്ണനാണ് ഇന്ന് ഉച്ചപൂജാലങ്കാരമായിട്ടുള്ളത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പറയുന്നു, ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം വന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ സാധിച്ചവർ ഭാഗ്യവാന്മാർ. ഇനി അതല്ല, ഇതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് നാടിൻ്റെ പലവിധ ഭാഗങ്ങളിലിരുന്നിട്ട് ഭഗവാനെക്കുറിച്ച് സ്മരിച്ച് ആലോചിക്കുന്നത് കൊണ്ട് തന്നെ, ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വിശേഷങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേറെ ഭാഗ്യവാന്മാർ. ഇന്നത്തെ ആ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് ചെറിയ കുട്ടിയായി ഒരു കയ്യിൽ വെണ്ണ ഉരുളയും ഒരു കയ്യിൽ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ആ ഭഗവാൻ, പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും തരട്ടെ. 30 വ്യാഴാഴ്ച വളരെ തിരക്കുള്ള ദിവസം ഗുരുവായൂർ. കണ്ടമാനം കല്യാണങ്ങൾ, 125ലധികം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ തിരക്കും ഗുരുവായൂരുണ്ടായിരുന്നു. കണ്ടമാനം കൃഷ്ണബന്ധുക്കളെ ഇന്ന് ഗുരുവായൂർ വെച്ച് കാണാൻ സാധിച്ചു. എല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഒരുപാട് നാമങ്ങൾ ചൊല്ലാൻ സാധിച്ചു, ഒരുപാട് പ്രദക്ഷിണം ചെയ്യാൻ സാധിച്ചു, ഒരുപാട് നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഇതപ്പോൾ ഈ സമയം വരെ ഭഗവാനെ സ്മരിച്ച് ഉച്ചപൂജാലങ്കാരം വരാൻ കാത്തുനിന്ന് ഈ വിവരം നിങ്ങളിലേക്ക് അറിയാനായിട്ട് കാത്തിരുന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നു. അതും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. നമ്മളെല്ലാം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ഗുരുവായൂരപ്പനോട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താ? ഭഗവാനെ ഗുരുവായൂരപ്പ, നിത്യവും അങ്ങയെ സ്മരിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയും പറയണമെന്നുണ്ടായിരുന്നു. ഇത് ഇന്നലെ സംഭവിച്ചതാണ്. ഇന്നലെ രാവിലെ പോയി, ഞാൻ വളരെ നേരത്തെ പോയിട്ട് അമ്പലത്തിനകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശിവേലിക്ക് മുന്നേ പുറത്തിറങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ വളരെ വേഗം ഒരു 1-1.5 മണിക്കൂറുള്ള എൻ്റെ ദർശനമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഷർട്ട് ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. അമ്പലത്തിനകത്തുനിന്ന് ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടവർ ഈ പരിസരത്തുണ്ടെങ്കിൽ വന്നിട്ട് ഗോപുരം മാനേജറുടെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഈ പ്രദേശവാസികളായതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കില്ലാതെ തൊഴാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് കാണിക്കണം. ഞാൻ പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ എൻ്റെ ആധാർ കാർഡായിരുന്നു നഷ്ടപ്പെട്ടു പോയത്. ഞാൻ തിരിച്ച് വേഗം ചെന്ന്, അപ്പോഴേക്കും ശിവേലിക്ക് വേണ്ടിയിട്ട് ആനേനെ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഗോപുരത്തിൽ പോയി. എൻ്റെ കൂടെ എൻ്റെ സഹപാഠിയായിരുന്ന ഒരാളാണ് അവിടെ ഗോപുരത്തിൽ മാനേജറായിട്ടുണ്ടായിരുന്നത്. എന്നെ കണ്ടപ്പോഴേക്കും ആൾക്ക് കാര്യം മനസ്സിലായി. അവൻ എൻ്റെ ആധാർ കാർഡ് കണ്ടിരുന്നു. വേഗം ആധാർ കാർഡ് എനിക്ക് തിരിച്ചു വന്നു. ആധാർ കാർഡ് വാങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗുരുവായൂരപ്പൻ അകത്തുനിന്ന് വന്നിട്ട് ആനപ്പുറത്ത് കയറുന്നത് കണ്ടു. അവിടെ നിന്നിട്ട് ശിവയിൽ മുഴുവൻ എന്നെ കാണിച്ചിട്ടാണ് ഭഗവാൻ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഞാൻ എന്തൊക്കെ തന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കണു, നമ്മൾ ചിന്തിച്ച കാര്യം നടക്കണു, നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും നമ്മൾ വിചാരിച്ച മാതിരിയല്ല നടക്കുക. എല്ലാം നടത്താൻ പ്രാപ്തനായിട്ടുള്ള ആൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഗുരുവായൂർ ശ്രീലകത്ത്. അദ്ദേഹത്തിനെ ഒരു കുഞ്ഞിയ കുട്ടിയായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ടും വെണ്ണക്കണ്ണനായിട്ടും ദാമോദരനായിട്ടും ഒക്കെ നമ്മൾ പല പല രൂപത്തിൽ പല പല അലങ്കാരങ്ങളിൽ കണ്ടിട്ട് മോനെ, കണ്ണ, കുട്ട എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ പലതും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ലോകത്ത് സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ അറിവും സമ്മതത്തോടു കൂടി മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അങ്ങനെ ഒരു ഗുരുവായൂരപ്പനെയാണ് നമ്മളൊരു ബാലരൂപത്തിൽ ഒരു കുഞ്ഞുണ്ണിയായിട്ട് കണ്ടിട്ട് ഇത്ര സ്നേഹത്തോടെ നമ്മൾ
താലോലിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീലകത്ത് നമ്മൾ വെച്ച് വാഴിക്കും. ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നാളത്തെ ഗുരുവായൂർ വിശേഷങ്ങളും നാളത്തെ ഉച്ചപൂജ അലങ്കാരവും കാഴ്ചകളുമായിട്ട് നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.